അലസൻ എന്നും അലസനായിരിക്കും. അലസൻ്റെ നിരാശനായിരിക്കും. അലസത ജീവിതത്തിൻ്റെ ബലഹീനതയാണ്. ആ ബലഹീനതയിൽ നിന്നും മോചനം കിട്ടണം. രാവിലെ അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രാവിലെ തന്നെ ചാടി എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലെ തന്നെ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്നുള്ളത് ഓർമ്മിക്കണം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ അലസതയിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണെന്നാണ് പറയണേ. അവനെങ്ങനെ അലസനായിരിക്കാം, എങ്ങനെ കള്ളു കുടിക്കാം, എങ്ങനെ ചുമ്മാ ചെലവഴിക്കാം, ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ തലം. ഇങ്ങനെയുള്ളൊരു ചുമ്മാ വർത്തമാനം പറഞ്ഞ് ചെലവഴിക്കും, ഒരു ഉപകാരവും ഉണ്ടാവില്ല. വികാരിയച്ഛൻ പേഴ, കന്യാസ്ത്രീ പോക്ക്, മുഖ്യമന്ത്രി പോക്ക്, നമ്മൾ 2 കള്ളുടിയന്മാർ മാത്രം ഓക്കെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ല ഗുണമുണ്ടോ? ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ അവൻ ജോലി ചെയ്യത്തില്ല. അതിൻ്റെ ഫലമായിട്ട് അവൻ രോഗിയായിട്ട് മാറും. പിന്നെ അവൻ്റെ പുരയിടമൊക്കെ കാട് പിടിച്ച് കിടപ്പുണ്ടാവും. അവൻ്റെ മുറ്റം കാട് പിടിച്ച് പിന്നെ കടുവായും പോത്തുമൊക്കെ പോണ സൈസായിരിക്കും. അവൻ അടിക്കുകയില്ല, തൂക്കുകയില്ല, ഒന്നുമില്ല. തുണി അലക്കുകയില്ല. എപ്പോഴും ചീഞ്ഞ് നാറിയതും കൊണ്ടായിരിക്കും നടക്കുന്നത്. ചുക്രി വല പിടിച്ച് പിന്നെ വീടൊക്കെ കിടപ്പുണ്ടാവും. അടുക്കളയാണെങ്കിൽ പിന്നെ കണാകുണാന്നായിരിക്കും കിടക്കുന്നത്. ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ടാവില്ല. കർത്താവ്, ഇങ്ങനെയുള്ള മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അലസതയിൽ ഞങ്ങൾ മോചനം നൽകണമേ. ജീവിതം ഒരു കടമയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് മോചനം നേടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വൈകല്യത്തിൽ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. തീക്ഷ്ണമായി തീവ്രമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.